ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് കാണിച്ചത് രൂപ സരയൂന ഇത്തിരി മയക്കാനുള്ള ഒരു ഗുളിക ഇട്ടിട്ട് പാല് കലക്കി കൊടുക്കുവാണ്. അത് കുടിക്കുന്ന സരയു അങ്ങനെ തന്നെ ഉറക്കം വരുന്നെന്ന് പറയുമ്പോൾ തന്നെ രൂപ പറയുന്നുണ്ട്, എന്നാ മോള് കിടന്നോ എന്ന് പറയുവാട്ടോ. അങ്ങനെ സരയു കിടക്കുകയാണ്. അപ്പോഴേക്കും പുറത്താരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അവരെത്തി എന്ന് രൂപ പറയുവാണ്. ശേഷം രൂപ വേഗം തന്നെ വാതിൽ തുറക്കുമ്പോഴേക്കും അവിടെ കല്യാണിയും അതുപോലെ തന്നെ ചന്ദ്രസേനും താര എത്തിയിട്ടുണ്ട്. എല്ലാരും എത്തിയല്ലോ, അവൾ ഉറങ്ങിയുള്ളൂ, എല്ലാരും കേറി വാ താര വാ എന്ന് പറഞ്ഞിട്ട് എല്ലാരും അകത്തേക്ക് വിളിക്കുവാണ്. അതിനുശേഷം എല്ലാവർക്കും കുടിക്കാനായിട്ട് ജ്യൂസോ ചായ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുവാണ്. ഒന്നും വേണ്ട രൂപേ, ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടാ വന്നതെന്ന് പറയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കോ കുടിക്കോ ചെയ്യണ്ടേ ചോദിക്കുമ്പോൾ ചന്ദ്രസേനൻ പറയണോ, തൻ്റെ ഒരു കാര്യം എങ്കിൽ എല്ലാവർക്കും ഒരേ ഗ്ലാസ് പാലെടുത്തു, എല്ലാവരും സുഖമായിട്ടൊന്ന് ഉറങ്ങട്ടെ എന്ന് പറയുവാണ്. അങ്ങനെ രൂപ എല്ലാവർക്കും ഒരേ ഗ്ലാസ് പാല് എടുക്കുവാണ്. എല്ലാവരും ആ പാല് കുടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് താര ചോദിക്കുന്നുണ്ട്, മോൾ എവിടെ എന്ന് ചോദിക്കുകയാണ് ആക്ഷൻ വഴി. മോളാണോ? അവള് നല്ല ഉറക്കമായി, പാല് കുടിച്ചപ്പോൾ തന്നെ അവൾ നല്ലതായിട്ട് ഉറങ്ങി, ഇപ്പൊ സുഖനിദ്രയായിട്ടുണ്ടാവും, എന്താ രാവിലെ ആവണമല്ല, അവൾ എഴുന്നേക്കില്ല. താരുടെ മോളെ മതിയാവോളം സ്നേഹിക്കും, കണ്ണു കുളിർക്ക് കാണുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ ആരും തന്നെ അമ്മയുടെ മോളുടെയും ഇടയിലേക്ക് വരില്ല കേട്ടോ എന്ന് പറയുമ്പോൾ താരക്ക് വരാത്ത സന്തോഷം തോന്നുന്നു. താര ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രസേനൻ പറയേണ്ടത്, താരെ എന്തിനാ ഇനി വൈകിപ്പിക്കണത്, മുകളിലേക്ക് പോയിക്കോ എന്നിങ്ങനെ പറയാണ്. അവിടെ നിന്റെ മോൾ ഇത്രയും വർഷം നീ കാണാതെ, നിന്നെ കാണുമ്പോഴൊക്കെ ആട്ടി ഓടിക്കണം നിന്റെ മോള് അവിടെ ഉണ്ടാകും, നീ പോയി സ്നേഹത്തോടെ അവളുടെ കൂടെ പോയി കിടന്നു എന്ന് പറയുവാണ്. താര സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ. വേഗം തന്നെ മുകളിലേക്ക് ഓടിപ്പോകുവാട്ടോ. അങ്ങനെ ഓടിപ്പോയിട്ട് വാതിൽ തുറക്കുമ്പോഴേക്കും താഴെ കണ്ണ് നിറഞ്ഞു പോവാണ്. അവിടെ സരിയു കിടക്കുവാട്ടോ. സരിയുനെ തന്നെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കുറച്ചു നേരം താരനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം താരയുടെ കണ്ണിൽ നിന്നൊക്കെ കുടുകുടാന്ന് വെള്ളം വരുവാട്ടോ. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, എന്തായാലും താരാൻ്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. സരിയു ബോധത്തിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും താരാൻ്റെ അമ്മയായിട്ട് സ്വീകരിക്കില്ല. ഇനി നാളൊരിക്കലുള്ള സത്യങ്ങൾ അറിഞ്ഞാലും ഒരിക്കലും താരാൻ്റെ അമ്മയായിട്ട് അംഗീകരിക്കത്തുമില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ദേഷ്യം കൂടത്തേ ഉള്ളൂ. താരാൻ്റെ വല്ലാതെ അവൾ ഉപദ്രവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് തന്നെയാണ് നല്ലത്. താരാൻ്റെക്ക് എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയണം. അപ്പം ചന്ദ്രസേനൻ പറയുന്നുണ്ട്, അതെ, ഇനിയിപ്പോൾ അവൾക്ക് കുഞ്ഞൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞിനെ അമ്മേനെ കാണണമെന്നൊക്കെ താരക്ക് തോന്നും. അതുകൊണ്ട് ഇത് തന്നെ അപ്പോഴും തന്നെ ഇതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ രൂപ എന്ന് പറയുമ്പോൾ, അതിനെന്താ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ എപ്പോഴേ റെഡി എന്ന് രൂപ പറയുക കേട്ടോ. അങ്ങനെ നമ്മുടെ താര പതുക്കെ സരുവിൻ്റെ അടുത്തേക്ക് പോയി ഇരിക്കുകയാണ്. ഇരുന്നതിന് ശേഷം സരുവിനെ പതുക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സരുവിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സരുവിൻ്റെ കയ്യിലും അതുപോലെ തന്നെ തലയിലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴെ കണ്ണ് നിറയുക കേട്ടോ. കുറെ നേരം സരുവിനെ നോക്കി ഒരു കുഞ്ഞു വാവേനെ നോക്കണ പോലെ എങ്ങനെയാണോ അതുപോലെ തന്നെ സരുവിനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം പതുക്കെ സരുവിൻ്റെ അടുത്തേക്ക് കിടക്കുന്നതും സരു പെട്ടെന്ന് തന്നെ രൂപയാണെന്ന് വിചാരിച്ചിട്ട് ഒരു കൈ എടുത്തിട്ട് നമ്മുടെ താരയുടെ മേത്തേക്ക് ഇടുക കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഒന്നുകൂടെ നീങ്ങി കിടക്കുവാണ് താരയുടെ അടുത്തേക്ക്. അത് കാണുമ്പോൾ താരക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. താര പതുക്കെ സരുവിൻ്റെ മുഖത്ത് ഇങ്ങനെ തലോടിന് ശേഷം ഉമ്മ ഇങ്ങനെ കൊടുക്കുവാണ്. ശേഷം ഇങ്ങനെ കണ്ണ് കുളിർക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഇത്രയും വർഷം മുമ്പ് മരിച്ചു പോയെന്ന് താൻ വിശ്വസിച്ച് ഇത്രയും വർഷം താൻ ജീവിച്ചു. ഈ ഇടയായിട്ടാണ് അറിഞ്ഞത് തൻ്റെ മകൾ മരിച്ചിട്ടില്ലെന്ന്. അപ്പോൾ അത് സരയുവാണെന്ന് അറിഞ്ഞു. ഒരിക്കലും എന്നെ സ്നേഹിക്കാത്ത എൻ്റെ മകളെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയുവിനടുത്തേക്ക് കിടത്തിയിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് താര. അങ്ങനെ താരയും സരയും തമ്മിൽ ഭയങ്കര അമ്മയും മകള് ബോണ്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പതുക്കെ നമ്മുടെ ചന്ദ്രസേനും രൂപയും കല്യാണിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ. താരാൻ്റെ കഥകൊന്നും അടച്ചിട്ടില്ലല്ലോ, കഥക് പതുക്കെ അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് കല്യാണി അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നമ്മുടെ താര സരുവിന് മതിയാവോളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് തുറന്നിങ്ങനെ സരുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ സരുവിനെ തലോടനൊക്കെ ഉണ്ട്. ആ കാഴ്ച കാണുമ്പോഴേക്കും കല്യാണി അമ്മേ അച്ഛ ഇങ്ങോട്ട് വന്നേ നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. അപ്പോഴേക്കും രൂപയും ചന്ദ്രസേനയും കൂടി വരുമ്പോഴേക്കും താരയുടെ മോളുടെയും ആ സ്നേഹം കാണുമ്പോഴേക്കും അവർക്കും വല്ലാത്ത സന്തോഷം തോന്നുക കേട്ടോ. ചന്ദ്രസേനൻ പറയുന്നുണ്ട്, എൻ്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും താരക്ക് ഇപ്പോൾ. എത്ര വർഷത്തിന് ശേഷമോ മക്കളൊന്ന് കാണുന്നത്. തനിക്ക് അറിയാടോ, തന്നെയായിട്ട് പിന്നതിന് ശേഷം തന്നെയും ഞങ്ങളുടെ മക്കളെയും കണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. ഓരോ ദിവസവും ഓരോ സെക്കൻഡും നമ്മുടെ മക്കളുടെ മുഖം ആലോചിച്ചിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതിനേക്കാൾ 100 ഇരട്ടിയാണ് താരയുടെ അവസ്ഥ. ഒരിക്കലും സരി അവളെ അംഗീകരിക്കണ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതന്നെയാണ് നല്ലത്. പാവം അവർ സ്നേഹിച്ചോട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകുക കേട്ടോ.
അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും സരയു പതിവ് പോലെ എഴുന്നേക്കുവാണ്. ആ സമയത്ത് താരേനൊന്നും അവിടെ കാണുന്നില്ല. പതിവ് പോലെ രൂപയാണ് അടുത്ത് കിടക്കണത്. സരയു പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് നന്നായിട്ട് ഉറങ്ങിയെന്ന് പറയാണ്. അങ്ങനെ താരന് ഇടയ്ക്കിടയ്ക്ക് സരയുവിനെ കാണാനുള്ള ആഗ്രഹം പറയുമ്പോഴൊക്കെ ഇങ്ങനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക കേട്ടോ. എന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ മനോഹറിന്റെ എന്താ നിഷയുടെ വിവാഹ നിശ്ചയം വീട്ടുകാർ തമ്മിൽ നടത്തുവാണ്. അപ്പൊ അധികം ബന്ധുക്കളൊന്നും വിളിക്കണില്ല. മനോഹർ പറയണ്ടേ, അമ്മ അച്ഛനൊക്കെ അമേരിക്കയിലാണ്, കല്യാണത്തിന് വന്നാൽ മതിയല്ലോ, നിശ്ചയത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന് അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഓ അതിനെന്താ മോനെ, അത് മതി എന്ന് നിഷയുടെ അമ്മയും അച്ഛനും പറയുന്നുണ്ട്. അങ്ങനെ വിവാഹത്തിന് അവരുടെ ബന്ധുക്കളും വളരെ കുറച്ച് പേര് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മുടെ മനോഹറാണെങ്കിൽ നിഷയുടെ മോതിരവിരലിൽ മോതിരിട്ട് കൊടുക്കുകയാണ്. നിഷ അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പ്രണയം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ മേഘനയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി കല്യാണി അവിടെ വരുന്നത്. എന്തായാലും മനോഹറിന്റെ വിവാഹ നിശ്ചയമാണ്, നിശ്ചയാണ് കല്യാണം കഴിക്കുന്നത്. ഒന്നും തന്നെ കല്യാണിക്ക് അറിയില്ല കേട്ടോ. കല്യാണി വരുന്നത് മേഘനയുടെ വീടാണല്ലോ, അവിടെ ഒരു മേഘനയുടെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ചിലപ്പോൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, കാരണം ജോലിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കല്യാണി അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് അവിടെ ഒരു വിവാഹ നിശ്ചയം നടക്കുന്ന കാര്യം കല്യാണി അറിയണത്. ആ സമയത്ത് കല്യാണിക്ക് മനസ്സിലാവുന്നുണ്ട്, ഓ മേഘനയുടെ അനിയത്തിയുടെ വിവാഹ നിശ്ചയമായിരിക്കും നടക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് കല്യാണി അകത്തേക്ക് പോകുവാട്ടോ. അങ്ങനെ ആ സമയത്തിന് മനോഹറും അങ്ങോട്ടേക്ക് തിരിയുന്നുണ്ട്. അപ്പോഴാണ് മനോഹർ ആ കാഴ്ച കാണുന്നത്. കല്യാണി വന്ന് നിൽക്കുന്നത്. മനോഹറിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ആകെ പുലിവാല പിടിച്ച അവസ്ഥയാണ്. കല്യാണിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എല്ലാവരുടെ മുമ്പിൽ കല്യാണി പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു കാര്യം നമ്മുടെ കല്യാണി ഒരാളോട് പറയും, കാരണം സരയുവിനോട്. കാരണം വെച്ചാൽ എന്തിനാ സരയു അറിയാതിരിക്കണത്, ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ അവള് എത്രയൊക്കെ പറഞ്ഞാലും അവൾ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. അതുകൊണ്ട് തന്നെ മനോഹറിന്റെ കള്ളത്തരങ്ങളൊക്കെ ഇനി സരയുവിലേക്ക് എത്തിക്കുക, അത് തന്നെയാണ് കല്യാണിയുടെ ഉദ്ദേശം. കാരണം വെച്ചാൽ അവൾ അറിയട്ടെ എന്തിനു വിചാരിക്കുക. അങ്ങനെ അവിടെ നിന്ന് കല്യാണി പോകുന്നത് സരയുവിൻ്റെ അടുത്തേക്കായിരിക്കും. സത്യങ്ങളൊക്കെ സരയുവിൻ്റെ അടുത്ത് പറയാനായിട്ട്, നിന്റെ ഭർത്താവ് ഇപ്പൊ ഇവിടെയൊന്നും ഇല്ലല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിന്റെ ഭർത്താവിന് ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. നിന്റെ ഭർത്താവിനെ നീ ഒന്ന് സൂക്ഷിക്കണത് നല്ലതായിരിക്കും എന്ന് ക്ലൂ കൊടുക്കുവാണ് കല്യാണി. അങ്ങനെ അപ്പം മുതൽ നമ്മുടെ സരയു മനോഹറിനെ ഒന്ന് നോക്കി, അതായത് വാച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ സരയുക്ക് മനസ്സിലാവാണ് മനോഹർ വേറൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ പോണം എന്നുള്ള സത്യം. തൻ്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് സരയു മനസ്സിലാക്കുകയാണ്. അപ്പം തൻ്റെ അച്ഛന് പ്രാന്തൊന്നുമില്ല, അച്ഛൻ പറഞ്ഞാലും സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. മാത്രമല്ല സരയു മാത്രമല്ല, അതിനു മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരുപാട് പിള്ളേരുടെ അച്ഛനാണ് മനോഹർ എന്നും സരയു മനസ്സിലാക്കുമ്പോഴേക്കും എന്തായാലും അവിടെ മനോഹറിന്റെ ചീട്ട് കീറോന്ന് ഉറപ്പാണ്. എന്തായാലും നിഷയുടെ മനോഹറിന്റെ കല്യാണം നടക്കില്ലെന്ന് ഇന്നലത്തെ പ്രൊമോയോട് കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നല്ല നല്ല ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. പിന്നെ പ്രകാശിന്റെ കാര്യങ്ങളൊന്നും തന്നെ കാണിച്ചിട്ടില്ല, കുഞ്ഞു പ്രൊമോ മാത്രമേ അടുത്ത ആഴ്ചത്തേക്ക് ഇത് പണ്ട് കാണിച്ചിട്ടുള്ളൂ. കാത്തിരുന്ന് കാണാം എന്താകുമെന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.